7-day Mind Power Training Program, Day 7, the last day. ഇപ്രാവശ്യം കഴിഞ്ഞ 6 ദിവസങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ നിങ്ങളുടെ ബോഡിയിൽ പല തരത്തിലുള്ള എനർജികളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി. പല തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലൂടെ നിങ്ങളുടെ മനസ്സിനെ അത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഫൈനൽ കൺക്ലൂഷനാണ്, അല്ലെങ്കിൽ ആ 6 ദിവസത്തിൻ്റെ എനർജികളെയും ഫൈനലി നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഗൈഡഡ് മെഡിറ്റേഷൻ ടെക്നിക് കഴിഞ്ഞ 6 ദിവസത്തെ എനർജികളെയും ഉള്ളിൽ പൂർണ്ണമായും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഫൈനൽ സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് കഴിഞ്ഞ 6 ദിവസങ്ങൾ ചെയ്യാത്തവർ ഡെഫിനറ്റ്ലി പോയിട്ട് ചെയ്തിട്ട് വരിക. ഓരോ ദിവസങ്ങളായി ചെയ്യുക. ആ പോസ്റ്റ് ചെയ്ത ദിവസം തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇനി നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് മുതലെങ്കിലും 6 ദിവസത്തെ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവർ അത് ചെയ്ത ശേഷം മാത്രം ഡേ 7 ചെയ്യുക. കാരണം ഇത് വളരെ പവർഫുള്ളാണ്. കഴിഞ്ഞ 6 ദിവസത്തെ മെഡിറ്റേഷൻ എനർജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹോൾ സ്പൈനിലാണ്. കാരണം മനസ്സ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മനസ്സ് 2 രീതിയിൽ ഫങ്ഷൻ ആവും. ഒന്ന്, വളരെ നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഹ്യൂമൻ തോട്ട്സ്, ഹ്യൂമൻ ഇമോഷൻസ് എക്സെട്ര. ഇതൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആയിട്ട് വർദ്ധിക്കണമെങ്കിൽ, അതായത് യൂഷ്വലി ആൾക്കാർ പറയുന്ന ഒരു മെൻ്റൽ പവർ, ഒരു മെൻ്റൽ സ്ട്രെങ്ത് അതിന് ഡെവലപ്പ് ആവണമെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രാണിക് ഫോഴ്സിലൂടെ ഒരു ഹ്യൂമൻ മൈൻഡ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് നമ്മളൊരു വീട് കെട്ടുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ആവശ്യമുള്ള പോലെ നിങ്ങളുടെ മനസ്സിന് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാനുള്ള ഫൗണ്ടേഷൻ നിങ്ങളുടെ സ്പൈനാണ്, നട്ടലാണ്. അതിലെത്രത്തോളം പ്രാണൻ ഒഴുകുന്നുണ്ടോ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ മനസ്സ്. അത്രത്തോളം സൈക്കിക് എബിലിറ്റികളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിന്. അതില്ലെങ്കിൽ ദെൻ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും എന്നുള്ള സ്റ്റേറ്റ് ആയിരിക്കും മനസ്സ്. ചിലപ്പോഴൊക്കെ അതിന് ധൈര്യം ഉണ്ടാവും, ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് സൈക്കിക് എബിലിറ്റി, ഇൻറ്റ്യൂഷനൊക്കെ വളരെ ഷാർപ്പായിരിക്കും, മറ്റ് ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ ഇന്ന് അതിനെ സീൽ ചെയ്യാൻ പോവാണ്. റെഡി? എഗെയിൻ വെരി സിമ്പിൾ മെഡിറ്റേഷൻ, ബട്ട് ദിസ് ഈസ് എ ഫൈനൽ ക്ലോഷർ. ഒരു ലോക്കിംഗ് ആണ്, പ്രാണനെ ലോക്ക് ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ്. ഗെറ്റ് റെഡി, ക്ലോസ് യുവർ ഐസ്. Again, one last time, relax your whole body. Relax your whole muscle groups. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ റിലാക്സ് യുവർ ഹോൾ ബോഡി. നൗ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ സ്പൈനിലേക്ക് കൊണ്ടുവരിക, നട്ടലിൻ്റെ ഭാഗത്തേക്കായി കൊണ്ടുവരിക. ഏറ്റവും താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ കംപ്ലീറ്റ്ലി, മുഴുവനായും അതിനെ ഫോക്കസ് ചെയ്യുക. നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കണം. നിങ്ങളവിടെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പല വിധത്തിലുള്ള എനർജികൾ ആക്ടിവേറ്റ് ആവുന്നത് പോലെ ഫീൽ ആവും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഒരു തരം തരിപ്പ്, വൈബ്രേഷൻ, ഇലക്ട്രിസിറ്റി, കറണ്ട്, എന്തെന്നില്ലാത്തൊരു തരിപ്പ്, ശരീരം തനിയെ വൈബ്രേറ്റ് ചെയ്യുന്നൊരവസ്ഥ, നട്ടലിൽ മുഴുവനായും ഒരുതരം ടൈറ്റ്നസ്. ഇപ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. പ്രാണൻ, അതിലുള്ള എനർജി റീകോൺഫിഗർ ആവുമ്പോൾ, അതിൻ്റെ പ്രോഗ്രാം മാറുമ്പോൾ, അതിൻ്റെ സ്ഥിതി, അതിൻ്റെ വൈബ്രേഷൻ മാറുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ശ്വാസം
മാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് നട്ടൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലും വ്യത്യാസം വരുന്നത്. യു ആർ ആക്ടിവേറ്റിംഗ് ദ സ്പൈൻ. ഇനി അങ്ങോട്ടുള്ള ഏതാനും മിനിറ്റുകളിൽ പല തരത്തിലുള്ള അനുഭവങ്ങൾ വരും. പലതരത്തിലുള്ള, കുറച്ച് പേർക്ക് പലതരത്തിലുള്ള വിഷൻസ് വരും. ശരീരം പല വിധത്തിൽ ബിഹേവ് ചെയ്യും. അത് ചൂടാവും, തണുപ്പാവും, വൈബ്രേറ്റ് ചെയ്യും, ഷെയ്ക്കാവും, എന്തും സംഭവിക്കാം. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഡേഞ്ചർ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു പേടിയില്ലാതെ, ഇതൊരു മൈൻഡ് പവർ ട്രെയിനിങ് ആയതുകൊണ്ട് മനസ്സിനെ വളരെ കാം ആൻഡ് കറേജസ് ആയിട്ട് വേണം കീപ്പ് ചെയ്യാൻ. ഏത് തരത്തിലുള്ള അനുഭവങ്ങൾ വന്നാലും അതിനെ പൂർണ്ണമായും അനുവദിക്കുക. കോൺസെൻട്രേറ്റ്, ഓൺലി ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്പൈൻ. നട്ടലിൽ പൂർണ്ണമായും നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ നട്ടലിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ കൊണ്ടുവരിക. ബോഡി കല്ല് പോലെ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കണം. നിർത്താൻ പറയുന്നത് വരെ കണ്ടിന്യൂ.
റിലാക്സ്, റിലാക്സ്. മെല്ലെ കോൺസെൻട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചു നേരം ഈ ഒരു ധ്യാനാവസ്ഥയിൽ തുടർന്നുകൊണ്ട് മെല്ലെ കണ്ണുകൾ തുറന്ന് മെഡിറ്റേഷൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 7 ഡേ മെഡിറ്റേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ഇത് പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ ഫുൾ മൂൺ, ന്യൂ മൂൺ, സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് എന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ആസ്ട്രോളജിക്കൽ ശക്തികൾ ഭൂമിയിലുള്ളത് കൊണ്ട് ഈ മാസം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്തോറും അതിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് തന്നെ ബോഡിയിലും മനസ്സിലും അനുഭവിക്കാൻ സാധിക്കും. മറ്റ് മാസങ്ങളും നിങ്ങൾക്ക് ചെയ്യാം, തടസ്സമില്ല. പക്ഷേ ഈ മാസം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എല്ലാ ആഴ്ചകളും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. ഈ ആഴ്ച അല്ലാതെ ഇനി വരുന്ന മൾട്ടിപ്പിൾ ആഴ്ചകളിലും നിങ്ങൾക്കിത് തിരഞ്ഞെടുത്ത് 7 ഡേ മുടങ്ങാതെ 7 ദിവസം കറക്റ്റ് ഓർഡറിൽ തന്നെ ഡേ 1 മുതൽ 7 വരെ കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ്. So that's all. We are completing the 7 day mind power training program. Thank you for your participation.